ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി 42ാമത്തെ ക്ലാസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ തന്നെ ചർച്ച ചെയ്യാം. മാ യുസ്തബാഹു ബിത്തയമ്മുമി, തയമ്മും കൊണ്ട് ഹലാലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? തയമ്മും ചെയ്താൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? യുസ്തബാഹു, ഇസ്തബാഹ യസ്തബീഹു, അതിന്റെ മജൂൽ യുസ്തബാഹു, തയമ്മും കൊണ്ട് ഹലാലാകുന്ന കാര്യങ്ങൾ. ഇദാ നവാ ബിത്തയമ്മുമി അൽ ഫർള, ഒരു തയമ്മും കൊണ്ട് ഫർളായ ഒരു നിസ്കാരത്തെ ഉദ്ദേശിച്ചാൽ, ഫർളായ എന്നത് മിനസ്വലവാത്തി, നിസ്കാരങ്ങളിൽ നിന്ന് ഫർളായ നിസ്കാരത്തെ ഉദ്ദേശിച്ചാൽ, ജാസലഹു ഫർളുൻ ഐനിയുൻ, അയാൾക്ക് ഫർള് ഐനായ നിസ്കാരം, ഫർള് ഐനായ കാര്യം ജായിസാണ്. ഫർള് ഐനായത് എന്ന് പറഞ്ഞാൽ മിൻ സ്വലാത്തിൻ ഔ ഖുതുബത്തിൻ ഔ തവാഫിൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാം. ജാസലഹു ഫർളുൻ ഐനിയുൻ, ഫർള് ഐനായ കാര്യങ്ങൾ ചെയ്യാം, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാം. ഒമാ അദാഹു മിനൻ നവാഫിലി, ഒമാ അദാഹു, അതല്ലാത്ത കാര്യങ്ങൾ, ഫർളല്ലാത്ത കാര്യങ്ങൾ. ഫർളല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ? മിനൻ നവാഫിലി, നാഫിലത്തിന്റെ ജമ്മാണ് നവാഫിൽ, സുന്നത്ത് നിസ്കാരങ്ങൾ. വൽ ജനായിസ്, മയ്യിത്ത് നിസ്കാരങ്ങൾ, ജനാസ, ജനായിസ്. വമസ്സിൽ മുസ്ഹഫി, മുസ്ഹഫ് എടുക്കുക, തൊടുക. വഗൈരിഹ, ഇതുപോലെ ശുദ്ധി നിർബന്ധമുള്ള ഫർളായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഔ നവൻ നഫുല, ഇനി എന്ത് ചെയ്താൽ? സുന്നത്തിനെ കരുതിയാൽ. തയമ്മും ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാ തയമ്മും ചെയ്യുന്നത്? സുന്നത്തായ ഒരു കാര്യത്തിന് വേണ്ടി തയമ്മും ചെയ്താൽ. അവിസ്വലാത്ത, അവിസ്വലാത്ത അല്ലെങ്കിൽ നിസ്കാരത്തെ കരുതി. ഔ സ്വലാത്തൽ ജനാസത്തി, അല്ലെങ്കിൽ ജനാസ നിസ്കാരത്തെ കരുതി. എന്നാൽ ജാസലഹു മാദൽ ഫർളൈനി, ഫർളൈനല്ലാത്ത കാര്യം പറ്റും, ഫർളൈനല്ലാത്ത കാര്യങ്ങൾ പറ്റും. അപ്പൊ സുന്നത്തായ ഒരു സംഗതിക്ക് വേണ്ടി തയമ്മും ചെയ്തു എന്ന് കരുതിയിട്ട് തയമ്മും ചെയ്താൽ, അല്ലെങ്കിൽ വെറും നിസ്കാരം എന്ന് മാത്രം കരുതി, ഫർള് നിസ്കാരം ഇല്ലാതെ, അല്ലെങ്കിൽ ജനാസ നിസ്കാരത്തിന് വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് കരുതി, അങ്ങനെ കരുതിയാൽ ഫർളല്ലാത്ത കാര്യമേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, അവ നവാ ശൈഅൻ ഗൈറ സ്വലാത്തി, നിസ്കാരമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് കരുതിയാൽ, ജാസലഹു, അയാൾക്ക് അനുവദനീയമാണ്. മാഅദ സ്വലാത്ത, നിസ്കാരമല്ലാത്ത കാര്യങ്ങൾ അയാൾക്ക് അനുവദനീയമാണ്. വലോ നസിയ ഇഹ്ദൽ ഖംസി, ഇനി 5 നിസ്കാരത്തിൽ ഏതോ ഒരു നിസ്കാരം മറന്നിട്ടുണ്ട്, പക്ഷെ ഏത് നിസ്കാരം എന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? 5 നിസ്കാരം നിസ്കരിച്ചിട്ട് അതിൽ ഒന്നാകാൻ സാധ്യത ഉണ്ട്, അപ്പൊ 5 നിസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടി തയമ്മും ചെയ്യാം. അങ്ങനെ തയമ്മും ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കഫാഹു, അയാൾക്ക് മതിയാകും. ലഹുന്ന, ഈ 5നും വേണ്ടി തയമ്മും വാഹിദുൻ, ഒറ്റ തയമ്മും മതിയാകുന്നതാണ്. അൽ മുതയമ്മിമു ലിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധിക്ക് വേണ്ടി തയമ്മും ചെയ്യുന്ന ആള്. ഇദാ അറാദ ഫർളൻ ആഖറ, അയാൾ മറ്റൊരു ഫർള് കൂടി ഉദ്ദേശിച്ചാൽ, വലം യുഹദിസ്, അയാൾ ഇപ്പൊ വീണ്ടും അശുദ്ധി ആയിട്ടില്ല, വീണ്ടും ഒതു മുറിഞ്ഞിട്ടില്ല. ഒരാള് ചെറിയ അശുദ്ധിക്ക് വേണ്ടി തയമ്മും ചെയ്തു. ഇദാ അറാദ ഫർളൻ ആഖർ, അയാൾക്ക് ഇനിയൊരു ഫർള് വേറെ നിസ്കരിക്കണം, ആ ഫർള് നിസ്കരിച്ചു. വലം യുഹദിസ്, ഒതു മുറിഞ്ഞിട്ടില്ല. എന്നാൽ ലം യജിബ് അലൈഹി, അയാൾക്ക് നിർബന്ധമില്ല. ഇല്ല ഇആദത്തു തയമ്മുമിൻ, ഇആദത്തു തയമ്മുമിൻ, തയമ്മുമിനെ മടക്കലല്ലാതെ. തയമ്മും മടക്കിയാൽ മതി, വുളു പുതുക്കേണ്ടതില്ല. ഫൈദ അഹദസ, ഇനി വുളു മുറിഞ്ഞാൽ വജബ അലൈഹി, അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഇആദത്തു കുല്ലിൻ, എല്ലാം മടക്കണം. എന്തൊക്കെ? മിനൽ ഗസ്ലി, ആ കഴുകല്, വൽ മസ്ഹി, തടവല്, തയമ്മുമി, എല്ലാം മടക്കണം. നേരത്തെ ചെയ്തൊക്കെ വീണ്ടും ചെയ്യണം. വൽ മുതയമ്മിമു ലിൽ ഹദസിൽ അക്ബരി, ഇനി വലിയ അശുദ്ധിക്ക് വേണ്ടി തയമ്മും ചെയ്ത ആൾ. ഇദാ അറാദ ഫർളൻ ആഖർ, അയാൾ വീണ്ടും ഒരു ഫർള് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു. വലം യുഹദിസ്, അശുദ്ധി ഉണ്ടായിട്ടില്ല. ലാ യജിബു അലൈഹി, അയാൾക്ക് നിർബന്ധമില്ല. ഇല്ല ഇആദത്തു തയമ്മും, തയമ്മും മാത്രം മടക്കിയാൽ മതി. ഫൈദ അഹദസ,
ഇനി അശുദ്ധി ഉണ്ടായാൽ, അയാള് തൈമം ചെയ്തിട്ട് അയാൾക്ക് അശുദ്ധി ഉണ്ടായാൽ ഫയതവല്ലഉ, അയാൾ വുളൂ ചെയ്യണം. വയുഈദുൽ മസ്ഹ വതയമ്മുമ, തടവലും തയമ്മുമൊക്കെ മടക്കണം. ഇൻകാനത്തിൽ ഇല്ലത്തു ഫി വുളുവിൽ വുളൂഇ, വുളുവിന്റെ അവയവത്തിലാണ് ആ ഇല്ലത്ത് എങ്കിൽ, മുടക്കമെങ്കിൽ എന്ത് ചെയ്യണം? തയമ്മും ഇത് തടവലൊക്കെ മടക്കണം. വയില്ല, വുളുവിന്റെ അവയവത്തിൽ അല്ലെങ്കിൽ ഫലാ യജിബുൽ മസ്ഹു, തടവൽ നിർബന്ധമില്ല. ഫൈന്നഹു യജിബു ഇൻദ ഗസ്ലി ബദ്നിഹി, ആ തടവൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ആ ശരീരം കഴുകുന്ന സമയത്താണ് തടവേണ്ടത്. അതിവിടെ വരൂലല്ലോ, കാരണം വുളുവിന്റെ അവയവത്തിൽ അല്ലല്ലോ മുടക്കുള്ളത്. വലാ യജിബു ഗസ്ലുഹു, അത് കഴുകൽ നിർബന്ധമില്ല. ഇല്ലാ ഇദാ ബത്വല തയമ്മുമുഹു, തയമ്മും ബാത്തിലായാലേ ആ ഭാഗം കഴുകേണ്ടതുള്ളൂ. വലാ യബ്തുലു, തയമ്മും ബാത്തിലാവുകയില്ല. ഇല്ലാ ബിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധി ഉണ്ടായാൽ മാത്രമേ തയമ്മും ബാത്തിലാവുകയുള്ളൂ. അപ്പോ ഒരു വലിയ അശുദ്ധിയുള്ള ഒരാള് എന്ത് ചെയ്തു? തയമ്മും ചെയ്തു. അങ്ങനെ തയമ്മും ചെയ്തു, പിന്നെ വുളുവിന്റെ അവയവം അല്ലാത്തൊരു സ്ഥലത്താണ് എന്നുള്ളത് മുറിവുള്ളത്. അപ്പൊ ആ മുറിവിന് അവിടെ വെള്ളം ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ തയമ്മും ചെയ്തു. അപ്പൊ പിന്നെ അയാള് പിന്നെ വുളു മുറിഞ്ഞാൽ വുളു പുതുക്കിയാൽ മതി. ഇവിടെ കഴുകുകയും, ഇപ്പൊ ആ വുളുവിന്റെ അവയവം അല്ലാത്തൊരു സ്ഥലം, ഇപ്പൊ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു, അപ്പൊ ആ മുറിവിന് വേണ്ടിയാണ് തയമ്മും ചെയ്തത്. ഇവിടെ എനിക്ക് കഴുകുകയോ തടവുകയോ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ട. അത് വലിയ ശുദ്ധി ഉണ്ടായാൽ മാത്രമേ പിന്നെ അവിടെ ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് മസ്അല. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.